മതിയായ ശമ്പളം ഇല്ലായ്കയാണ് മെയിനായിട്ടും. അക്കൗണ്ടൻ്റ് ആയിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ഫിനാൻസിലും ജോലി ചെയ്തു. ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ വൈറ്റ് കോളർ ജോബ് ഒക്കെ ആ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാറില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പോണോ, എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ. സുഹൃത്തുണ്ട്, അവനാണ് എന്തിനു കൂടെ ഉള്ളത്. നമസ്കാരം. ഉയർന്ന പഠനം കഴിഞ്ഞ് ജോലിയില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാർക്കൊരു മാതൃകയാകുകയാണ് കോട്ടയംകാരൻ പ്രജിത്ത്. എം.കോം കഴിഞ്ഞു, കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലിയും ചെയ്തു. എന്നാൽ മതിയായ ശമ്പളമില്ലാത്തതിനെ തുടർന്ന് വഴിയരികിൽ മീൻ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് ഈ എം.കോംകാരൻ. ഒപ്പം സുഹൃത്തായ ഗോകുലും കൂടെയുണ്ട്. വാഴൂർ ചങ്ങനാശ്ശേരി പാതയിൽ കറുകച്ചാലിന് സമീപം അണിയറപ്പടിയിലാണ് ഇവരുടെ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. 3 മാസമായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ വലിയ വിജയത്തിലും എത്തി നിൽക്കുകയാണ്. ഇതാണ് പ്രജിത്ത്. എങ്ങനെയുണ്ട് വ്യാപാരമൊക്കെ? വ്യാപാരമൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഈ എം.കോം കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തു. എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കാൻ വേണ്ടി കാരണമായത്? മതിയായ ശമ്പളം ഇല്ലായ്കയാണ് മെയിനായിട്ടും. എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. എവിടെയാണ് ജോലി? എം.കോം എന്താണ് വിദ്യാഭ്യാസം? എവിടെയായിരുന്നു? ഞാൻ ഡിഗ്രി കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻഡ്രീസ് കോളേജിലായിരുന്നു. PG ചെയ്തത് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ 2 വർഷം അക്കൗണ്ടൻ്റ് ആയിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ഫിനാൻസിലും ജോലി ചെയ്തു. അപ്പം മതിയായ ശമ്പളവും അതിന് നമ്മുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ഇല്ലായ്കയാണ് ഈ ഇതുപോലൊരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം. ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് വേണ്ടുന്ന വലിയൊരു മുതൽ മുടക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. അപ്പം ചെറിയൊരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമായിട്ട് ചെയ്യാനുള്ള അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ഒരു കടമുറിയോ അങ്ങനെ ഒരു സംഭവമൊന്നും അല്ല. അങ്ങനെ അതിനുവേണ്ടിയൊന്നും വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേനും സാധാരണ ഈ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്നും നോക്കാതെ ഒരു മടിയുമില്ലാതെ ഇറങ്ങുകയായിരുന്നു അല്ലേ? അതെ. മടിച്ചിരുന്നിട്ട് കാര്യമില്ല. വൈറ്റ് കോളർ ജോബ് ഒക്കെ ആ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാറില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇല്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അനിയത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പം വീട്ടിൽ ഞാനും അച്ഛനും ഉണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ടോ? അന്വേഷിച്ച് വരുന്നുണ്ടോ? കസ്റ്റമേഴ്സൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. നമുക്ക് റെഗുലർ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. മീൻ എത്തിക്കുന്നത് കടപ്പുറത്തു നിന്നാണ്. നമുക്ക് മാർക്കറ്റില്ല, കടപ്പുറം മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. തോട്ടപ്പള്ളി, നീണ്ടകര അങ്ങനെയുള്ള കടപ്പുറത്തു നിന്ന് നമ്മൾ നേരിട്ട് പോയി എടുക്കുകയാണ്. രാവിലെ വെളുപ്പിനെ പോകും. വെളുപ്പിനെ 3 മണിയൊക്കെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ വെളുപ്പിനെ പോയി സ്വന്തമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കച്ചവടം അവിടെ നിന്ന് വരുന്ന പോലെ ഇരിക്കും. എന്നാൽ ഒരു 12 മണി കഴിഞ്ഞിട്ടാണ്. 12-നും 1 മണിക്കും ഇടയ്ക്ക് നമ്മൾ ഇവിടെ എത്തിപ്പെട്ട് വരുന്ന ആ ഒരു സമയം പോലെ ഇരിക്കും. വീട്ടുകാരൊക്കെ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ആദ്യമൊക്കെ അവരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പോണോ, എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ. അത് കഴിഞ്ഞ് ഇത് ചെയ്തു നോക്കി, കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. ഈ ഒപ്പം സുഹൃത്തുണ്ട്, അവനാണ് എന്തിനു കൂടെ ഉള്ളത്. ഗോകുൽ എന്നാണ്, എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞാനും ഗോകുലും കൂടെ ആണ് സംരംഭം കൊണ്ടുപോകുന്നത്. ഉണ്ട്. നമ്മൾ വെട്ടി മീൻ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ അത്യാവശ്യം ആൾക്കാർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ വരുമ്പോഴേ നമ്മൾ ഫോട്ടോയും വിലയും കാര്യങ്ങളും ഒക്കെ ഇടും. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് അന്നേരം തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ അവർക്ക് വന്ന് മേടിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊടുക്കും. അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നതിനനുസരിച്ച് നമ്മൾ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതനുസരിച്ച് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്? അപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഉണ്ട്. ബിസിനസ് വിപുലപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ബിസിനസ് ഏതൊരാളുടെ ആഗ്രഹം പോലെ മുന്നോട്ട് വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കടയൊക്കെ ആയിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ നേരത്തെ ശമ്പളത്തെക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ഒരു വരുമാനം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതാ ജോലിയെക്കാട്ടി കൂടുതൽ, അല്ലെ ഒരു ശമ്പളം മാസം മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വരുമാനവും സംതൃപ്തി എനിക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. വീട്ടിലും പോകാം. അതെ. സുഹൃത്തിന് അങ്ങനെയും പറയാം. പ്രജിത്ത് തുടങ്ങിയ ഈ മീൻ കച്ചവടം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. കടപ്പുറത്തു നിന്നും നേരിട്ട് മീൻ എത്തിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് മീനുകൾ ഉപഭോക്താക്കൾക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുറഞ്ഞ മുതൽ മുടക്കിലാണ് ഈ കച്ചവടം തുടങ്ങിയത്. അത് ഇപ്പോൾ ഒരു മികച്ച വരുമാന മാർഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരാൾക്ക് ജോലിയും നൽകുന്നുണ്ട്. ഇനിയും ഈ കച്ചവടം ഒന്ന് വിപുലപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന തരത്തിലേക്ക് തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനാണ് ഈ എം.കോം
സർക്കാരിൻ്റെ തീരുമാനം. ഏതായാലും ജോലിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു പ്രചോദനമായി മാറുകയാണ് പ്രജിത്തിൻ്റെ ഈ ബിസിനസ്. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ലോണുകളൊക്കെ അടയ്ക്കാനുണ്ട്, അനിയത്തിയുടെ വിവാഹശേഷം കടം ബാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ചെറിയൊരു വരുമാനമായിരുന്നു, തുച്ഛമായ ഒരു ശമ്പളമായിരുന്നു പ്രജിത്തിന് ജോലിയിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്നത്. എന്നാൽ അതല്ല, തനിക്ക് ഒരു ദിവസം മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഈ ജോലിക്ക് അല്ലെങ്കിൽ മീൻ കച്ചവടത്തിനായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിനെല്ലാ പിന്തുണയും ഇപ്പോൾ വീട്ടുകാർ നൽകുന്നുണ്ട്. സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ പ്രജിത്തിൻ്റെ ഈ സംരംഭത്തിന് വലിയ പിന്തുണ നൽകി വരികയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.